ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. പിന്നെ 8:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 10 മണിക്കുള്ളിൽ ഇറങ്ങണമെന്ന്. ഇവള് കൊച്ചും കിടന്നുറങ്ങും. അവരെ പോയി നോക്കിയില്ല. ഞാൻ 8 മണിക്ക് എഴുന്നേറ്റതാണ്. വീട്ടിൽ നിന്നൊരു കോൾ വന്നപ്പോൾ അപ്പോൾ അവരെഴുന്നേറ്റ് വന്ന് നോക്കണം, റെഡി ആകണം, ഇന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങണം. പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഫുഡ് കഴിക്കണം. ഇവിടെ കാണുന്നില്ല. ഉറക്കം. അപ്പം ഞാൻ അവരെ പോയി നോക്കട്ടെ കേട്ടോ. ചായ കുടിക്കാൻ പോയില്ലയോ എന്നറിയത്തില്ല, ഞങ്ങളെ വിളിക്കാതെ. ഓക്കെ, നമുക്ക് അവരെ പോയി നോക്കാം. ഇതാ റൂമിൻ്റെ വിൻഡോയുടെ അടുത്ത് നിന്നുള്ള വ്യൂ. അപ്പുറത്തും ഒക്കെ വില്ലാസ് പോലത്തെ വീടാണ്. ഇതാ മരം. നമുക്ക് അവരെ പോയി നോക്കാം. എഴുന്നേറ്റിട്ടുണ്ട്. ഒച്ചയും വർത്താനൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ട്. അടിച്ചോട്ടിക്കുന്ന പോലത്തെ സൗണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡോറ്. ഇത് മിറർ. ഇവിടെയൊക്കെ സാധനം കേട്ടോ, ഇഗ്നോർ ഇറ്റ്. പിന്നെ ഇത് ബെഡ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ബാത്റൂം. മോർണിംഗ് ഗൈസ്. എൻ്റെ കേട്ടോട്ട് പോവാം. അവിടെ പോവാ ചായ കുടിക്കാൻ പോവാണോ? പിന്നെ പറ്റിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഞാൻ ഉറക്കവാ. മോർണിംഗ് വൈബ്സ്. ആരാണ്ടൊക്കെയോ വന്നിട്ടുണ്ട്. ഒരു ബസ് കുറേ ആൾക്കാർക്കാ. നോക്ക്, മലയാളികളാണോ? എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഒന്നിനെ കണ്ടുകൂടാ കേസ്. ചെറുപ്പക്കാരാന്ന് പറയുന്നത് നല്ല രസമുണ്ട്. അതെന്ത് ചെമ്പരത്തി വന്നു? ഭാഗ്യായിരിക്കും. കാറ്റ് ഈ നാട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ കാറ്റ്. പുള്ളിയുടെ പണിക്കാരനുണ്ടോ ചോദിച്ചോ? അങ്ങനെ നിങ്ങളുടെ അമ്പലം കറക്റ്റ് അവിടെ ഒന്ന് എടുത്തോളൂ. ഞങ്ങൾ പ്രധാനപ്പെട്ട അതാവാ. ഇതാ ഞങ്ങൾ നിന്ന റൂമിലെ എൻട്രൻസ്. എൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനത്തെ വില്ല പോലത്തെ വീടാണ്. നല്ല രസമാണ്. അപ്പം താഴോട്ട് ചായ കുടിക്കാൻ പോകും. നടക്കാനൊക്കെ ആയിട്ട് ഞാൻ റെഡിയായി. മാസ്ക് പകുതി വരെ കാണിച്ചു. കൊല്ലം സ്വയം പറയുമോ? ഇവിടെ ആക്സസറീസ് ഈ കമ്മൽ എനിക്ക് ഉള്ളതാണല്ലോ. റെഡിയായി
പൂക്കിയാണോ നോക്ക്? ഹായ് ഇങ്ങനെ നല്ല നല്ല തുണിയല്ലേ ഇതൊക്കെ ശരിയാക്കുന്നത്. ഫോട്ടോ 3 മണിക്കുള്ളിൽ നാട്ടിലെത്താം. നമ്മള് ആ ഉത്തരവാദിത്വം ഇപ്പൊ ഓർത്തില്ലത്തിന് പണിയാണ്. അതാണ് പോയത്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ചേർന്ന ഹോട്ടൽ. അല്ല കറി ഇത് ഇതൊക്കെ വളരെ താല്പര്യം ഉണ്ടായിട്ടാണ്. ഇതാണ് നമ്മുടെ 65 ബിരിയാണി. തിന്നു നോക്കിട്ട് അങ്ങനെ വെക്കാം. നിനക്കും കിട്ടിയോ? ഉപ്പ് വേണം. എപ്പടി ഇറക്ക് ഇക്ക, എപ്പടി ഇറക്കിക്ക. ഇറക്കി തുടങ്ങിയതേ മതി. ഇതിന്റെ റൈറ്റുണ്ട്. പറയുന്നത് മിസ്സാവുക. ഒരു വണ്ടി, രണ്ടാമത്തെ വണ്ടി, മൂന്നാമത്തെ വണ്ടി, നാലാമത്തെ വണ്ടി. ഇത് ഞങ്ങളുടെ വണ്ടിയില്ല കേട്ടോ. എവിടെയാണ് നമ്മൾ എത്തിയത്? പിള്ളേരൊക്കെ വരണ പിള്ളേർക്കാണ് ടിക്കറ്റ് കാണാൻ ഇത്രേ ഉള്ളൂ.
ഓരോന്നും പറഞ്ഞ് പറ്റിക്കുക, അവിടെ പോ ഇവിടെ പോന്നും പറഞ്ഞ് എല്ലാം കാണിച്ചു തന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. പോപ്കോൺ വേണം. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. വായിക്കാ, എനിക്ക് വേണം. ബർഗർ ഒക്കെ ഉണ്ട്. പൈനാപ്പിൾ മിക്സ് ചെയ്ത് തരുമോ ചോദിക്കും എടുക്കുന്നതിന് മുന്നേ. ബ്ലോക്ക് ആയിപ്പോയി. ബ്ലോക്ക് ആയിക്കാ, ക്യൂ പാലിച്ച് കയറുക. ദേ ഹസീബിനെ പോലെ ഒരാളിരിക്കുന്നു. മുന്നടി ഓടി വേറെ അതെയോ ഇവനെ നമ്മുടെ അസീവക്കെല്ലാം തിന്നാൻ സാധനം കൊണ്ടുള്ളൂ. അങ്ങനെ തിന്നാൻ കുരങ്ങനെ കൊന്നിട്ടോളം മേടിക്കണം. എല്ലാ ഉമ്മാരും കണ്ണാടി വെച്ചോണ്ട് വരുന്നത്. അത് എനിക്ക് പണ്ടേ ഉള്ള കണ്ണാടിയാണ് കേസ്. നെറ്റിലാണ് കേസ്. ഇപ്പൊ കണ്ണേ വന്നു. നടക്കാറുണ്ട്. നിൽക്കുന്നു. വായി നോക്കുകയാണെന്ന് പലരും വിചാരിക്കും. പക്ഷെ അല്ല, അവൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താണ്. പക്ഷെ ഉള്ളിലെ കോഴിത്തരം വായി നോക്കിയാക്കി ഇടയ്ക്കൊക്കെ അവനെ ഫീൽ ചെയ്യിക്കുന്നു. തിരിഞ്ഞു നോക്കടാ, പറക്കുന്നു. നമുക്ക് പോയാ വാച്ച് ടവറിൽ പോയി കയറാം. എങ്ങനെയല്ല പണ്ട് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന കാര്യം ആലോചിച്ച് എവിടെ തിരിച്ചിറങ്ങുന്നു. ഇത് വലിഞ്ഞു കയറിയതാണ് എന്റെ മണ്ടയില്. ഇവളുടെ സൂക്കേട് കാരണം ഞാൻ കയറിയത്. കണ്ട പിള്ളേർ വരുന്നേ അതുപോലെ വലിഞ്ഞു കയറി. ഇനി എങ്ങനെ തിരിച്ച് താഴോട്ട് ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഫോട്ടോ എടുപ്പ് മഹാമഹം.
അവിടെ കുറച്ച് പേര് നിപ്പുണ്ട്, ഇവിടെ കുറച്ച് പേര് നിപ്പുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ടാണ് നമ്മള് പോകുന്നത്. വേറെ അങ്ങോട്ടും പോകുന്നില്ല. ലേക്ക് പോവോ? ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഗുണമൊക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. ഇവിടെ ഈ വഴി ഉണ്ടായിരുന്നല്ലേ? ഇത് ഞാൻ അറിഞ്ഞില്ല. എന്നെ കൊണ്ട് ഇവരെ മൊത്തം കയറ്റം കേടിപ്പിച്ചു. ഹലോ ഗൈസ്, മന്ദം മന്ദം നടന്നു വരികയാണ്. മന്ദം മന്ദം. അവർക്ക് വരാനേ ഒന്നുമില്ല. പെൺപിള്ളേരെയൊക്കെ കണ്ട് സംതൃപ്തി അളഞ്ഞിട്ട് വരിക. എന്തോ പറയാനൊന്നും പറ. ഇതുകൊണ്ടാണ് ട്രിപ്പിലൊന്നും ഞങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത്. ഞങ്ങള് തിരിച്ചു പോകുക. കണ്ണില്ല നിന്റെ വാങ്ങിക്കും. എന്നെയല്ല, ബുൾഡോയെ കണ്ടല്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ലേക്കിന്റെ അങ്ങോട്ട് പോവാണ്. ഇവന്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനാണ് ഇത് എടുക്കുന്നത്. ഞാനാണോ നിന്റെ ഗേൾ ഫ്രണ്ട്? വേസ്റ്റ് ഫ്രണ്ടോ? ഇങ്ങനൊന്നും പറയാതെ. എന്റെ കണ്ണാടി കണ്ണി വെച്ചിട്ട് നീ എന്നെ തന്നെ വേസ്റ്റ് എന്ന് വിളിയടാ. ഇപ്പൊ എന്റെ കണ്ണിലിരിക്കുന്ന എന്റെ കണ്ണാടിയാണ്. നല്ല രസമുണ്ട്. എനിക്ക് വേണം. എനിക്ക് വാങ്ങിച്ചോ. എനിക്ക് പറ്റും. അയ്യോടാ, പോയി കഴിഞ്ഞു. ഇനി ഞങ്ങള് 3 ബാച്ച് കൂടെ പോകാനുണ്ട്. ബാച്ചല്ലല്ലോ, കപ്പിൾസ്. അണ്ണച്ചിയുടെ കപ്പിൾ ഹസീബാണ്. അണ്ണച്ചിക്ക് വേറെ ആരും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഹസീബിനെ കൊടുത്തിരിക്കുന്നു. സന്തോഷിക്കോ? ഇത് എന്റെ കപ്പിൾ. ഹസീബ് മാസമായിട്ട് വരുന്നുണ്ടോ? എനിക്കത് ഇതിനൊന്നു പോയിട്ട് വരാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് பின்னாடி என்ன இருக்கு? சொன்ன இருக்கு, வெள்ள பொம்மை இருக்கு. அங்க பாரு, வெள்ள பொம்மை. சொன்ன பொம்மை.
നല്ലതാ. എതുക്ക് നിർത്തിയത്? എന്താ പറയാനുള്ളൂ? വീട്ടിരിപ്പില്ലേ? കിലോയ്ക്ക് 150 ധാരാളമാ ഈയറല്ല സബർജല്ലി അത്. What is this? ഇതെന്തൊക്കെ ഇത്? കാച്ചിലാണോ? ടൊമാറ്റോ, ഇതെന്തൊക്കെ? സീതപ്പഴമാണോ ഇത്? ഞങ്ങൾ ലിച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു അഴുക്ക് ചോവയാ പിള്ളേരെ അതിന്. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തതിന്റെ കുഴപ്പമാണ്, ഞാനൊന്നും ഫ്രഷ് വന്നുമില്ല. ഇപ്പൊ പിച്ചി തരുവോ? ഒരു ബന്ധമില്ലാത്ത സാധനം. തന്നെ എന്റെ ഉരിഞ്ഞും വന്നില്ല. അടുത്തന്നെ നന്നായിരിക്കണേ. എന്റെ കുഴപ്പമില്ല, എന്റെ കുഴപ്പമാണ്. ഇഷ്ടപ്പെട്ടില്ല. ബോട്ടിങ് നീ ചിരിച്ച് കൊള്ളാം. അരണ്യത്തിന് നടക്കുന്ന ഗൈസ്. ഞാൻ എന്നെ തന്നെ എടുത്തോണ്ടിരിക്കുന്നത്. കൈയുടെ ഉശിരി പോവും. രണ്ടുപേരും ദൈവം ഇത് ലോക്കലായിരിക്കും. കഴിഞ്ഞുള്ള 3 കാലമാണ്. നീ ഇനി പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അത് കുറച്ചുകൂടെ കത്തിക്കോളൂ. അത് മറന്നിരിക്കണം. ഗൈസ് പോവാണ് ഗൈസ്. 4 കൂടെ വെളിവില്ലാതെ ഏറ്റവും പറ്റി എന്താ അറിയോ? എങ്ങോട്ടായി പോകുന്നേ? വീഡിയോ പിടിക്കാൻ ചവിട്ടിക്ക് കാലം ഒടിഞ്ഞു. തിരിച്ചു പിടിച്ചോളാ. ഞാൻ തിരിച്ചിട്ടിരിക്കുക. അമ്മയുടെ പോഴേ ഞങ്ങൾ വേറെ അഴിക്കാം. തള്ളത്തോല കിടക്കാം. പിന്നെ സുഖേട് കഴിഞ്ഞോ? തള്ളത്തേക്ക് ചവിട്ടി ടീ കുടിക്കാൻ നിൽക്കുന്നൊരു വെള്ളം. സമൂസ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടി? നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോ കണ്ടൊരു വ്യൂ ആണ് ഗൈസ്. ഇതല്ല കേട്ടോ, ഹെൽമെറ്റ് അല്ല വ്യൂ. ലേക്ക് കൈ മാറ്റിക്കോ. ഇങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടല്ലേ, നല്ല രസം അതിനകത്ത് കാണാം. ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെന്തൊക്കെ താഴെ പാടമാണോ? നമ്മൾ തിരിച്ചു പോവുക. അടുത്ത് വണ്ടിയിലിരുന്ന് നടുവേനയായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ മെട്രോ ഉണ്ടായിരുന്നു.
ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഈ കടയിൽ കയറി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. പക്ഷെ എൻ്റെ കയ്യിലപ്പം വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ, സൂപ്പറല്ലേ. മലയൊക്കെ കണ്ട് ചായ കുടിക്കുക, ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. പക്ഷെ ഞങ്ങൾ അകത്തിരുന്നാട്ടോ കുടിച്ചത്. നേഴ്സ് കുറേ പേര് ഇവിടെ കയറുന്നുണ്ട്, നല്ല രസമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇനി എവിടെ നിർത്തത്തില്ല, നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. ചായ കുടിച്ചിട്ടാണ്. ഇവിടുത്തെ ചായ നല്ലതായിരിക്കുമോ? ഇവിടുത്തെ ചായ നല്ലതായിരിക്കുമോ? ചായ എന്താണോ തരാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്തുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നത് ഇപ്പുറത്തെ കടയിൽ, ഒരു ഫ്രൂട്ട്സ് കട. വൈകി ഞാൻ മടുത്തിരുന്നു. അടുത്തതായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഫുള്ളി ബിസി, എപ്പോഴും പോകും. എന്ത് ചെയ്യാൻ? ഞാൻ കുളിച്ചു കഴിഞ്ഞു, കൈകളൊക്കെ പോയായിരുന്നു. കുമളി എത്തി. ഇനി എവിടെ നിർത്തത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തുന്നുണ്ട്. ചിലർക്ക് ഉറക്കമൊന്നും ശരിയാകത്തില്ല, മടുക്കും. സ്കൂട്ടറിലും കൂടെ എത്തും. ഇവിടെ നിൽപ്പം പോവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പോവും ഇത് കുടിച്ചു കഴിഞ്ഞാൽ മതി, അവരൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു വെക്കും. പോവാണോടാ? കാര്യമായിട്ട് പറഞ്ഞു ഇവൻ ഇവിടെ അങ്ങോട്ട് കയറാണ്ട് എളുപ്പം. എന്നാ നമുക്ക് അവന്റെ വീട്ടിൽ പോവാം. ഈ വീഡിയോയുടെ ഔട്ട്രോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. എഡിറ്റ് ചെയ്യുന്നത് ഇപ്പം ഒരു 5-ാം തീയതിയാണ്. ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം ആ സമയത്ത് എഡിറ്റ് ചെയ്യാൻ ഞാൻ വന്ന് കയറിയപ്പം 2-2:30 മടുത്ത് ഒരു വിധം. കാരണം അത് കഴിഞ്ഞും കുമ്മളി കഴിഞ്ഞും കുറേ നിർത്തിയൊക്കെയാണ് വന്നത്. കാരണം അവർക്ക് കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അപ്പം വന്നു കഴിഞ്ഞ് ഞാൻ നല്ല ടയേർഡായിട്ട് കിടന്നുറങ്ങി. വന്ന് കയറിയ ഉടനെ മഴ നന്നായിട്ട് പെയ്തു. ഞങ്ങൾ വരുന്ന വഴിക്കൊന്നും മഴയില്ലായിരുന്നു. വന്ന് കയറി കഴിഞ്ഞ് നല്ല മഴ പെയ്ത്. ഇപ്പം എഡിറ്റ് ചെയ്യുന്ന എത്രാം തീയതി? 5-ാം തീയതിയാണ്. ഞങ്ങൾ വന്നത് 30-ാം തീയതി. അതേ ടയേർഡായതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോഴും തൊണ്ടയൊന്നും ശരിയായിട്ടില്ല, ചെറിയ ബുദ്ധിമുട്ട്. ടോൺസിൽ പോലെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, സൗണ്ട് അധികം വരുന്നില്ല. പിന്നെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബിസി ടൈം ആയതുകൊണ്ട് എനിക്ക് ഔട്ട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാമല്ലോ എന്ന്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഔട്ട്രോയും കൂടെ ആഡ് ചെയ്താൽ അത് കഴിയും. അപ്പം ഇതുവരെ ഇട്ട വീഡിയോസ് എല്ലാം കണ്ടവർക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടക്കമായതുകൊണ്ട് കുറേ തെറ്റുകൾ കാണും. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെന്താ, വേറൊന്നുമില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ബൈ ബൈ.